ശാന്തി. ഞാൻ സ്വയം തന്നെ തൻ്റെ ദിവ്യനേത്രത്തിലൂടെ കാണുന്നു. ഈ ശരീരത്തിൽ മസ്തകമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ ഒരു ജ്യോതി സ്വരൂപ ആത്മാവാണ്. ഞാൻ രാജയോഗിയാണ്, രാജഋഷിയാണ്. രാജഋഷി എന്നാൽ പവിത്രാത്മാ. ഞാൻ സമ്പൂർണ്ണ പവിത്രമാണ്. എൻ്റെ സങ്കല്പവും വചനവും കർമ്മവും പവിത്രമാണ്. സംബന്ധവും സമ്പർക്കവും പവിത്രമാണ്. എൻ്റെ വൃത്തിയും ദൃഷ്ടിയും സമ്പൂർണ്ണ പവിത്രമാണ്. ഞാൻ തപസ്വിയാണ്, ശക്തിശാലിയാണ്, സ്ഥിരമാണ്, സർവത്യാഗിയാണ്. എല്ലാ പരിധിയുള്ള ആഗ്രഹങ്ങളിൽ നിന്നും മുക്തമാണ്. പരിധിയുള്ള യാതൊരു പ്രാപ്തിയുടെയും ആഗ്രഹമില്ല. എന്നാൽ പദാർത്ഥവും വസ്തുവും കഴിക്കുന്ന സാധനങ്ങളോടുള്ള ആസക്തിയും പേരും പെരുമയും ഉള്ള ആഗ്രഹം ഞാൻ എന്നിൽ നിന്നെല്ലാം വേർപെടുത്തിയിരിക്കുന്നു. ഇച്ഛ മാത്രം അവിദ്യയാകുന്നു. യാതൊരു മോഹവുമില്ല, ആഗ്രഹവുമില്ല. കേവലം ഒരു ബാബയെ കൂടാതെ മറ്റൊന്നും ഓർമ്മയിലില്ല. ഈ ശരീരത്തെയും മറക്കുന്നു. എൻ്റേതായി ഒന്നുമില്ല. ഞാൻ ആത്മ അഭിമാനിയാണ്. പ്രകാശ സ്വരൂപ ബിന്ദുവാണ്. എൻ്റെ മനസ്സ് മുകളിൽ ബിന്ദുകളുടെ വദനത്തിൽ ചേർന്നിരിക്കുന്നു. ഈ സാകാര ലോകത്തിൽ നിന്നും ദൂരെ നിരാകാരി ലോകം എവിടെയാണോ എൻ്റെ പാരലൗകിക പിതാ ജ്യോതിർമയ ശിവബാബ വിരാജമാനായിരിക്കുന്നത്, ഞാൻ ബാബയുടെ മുമ്പിലാണ്. ഞാൻ ബാബയുടേതാണ്. ബാബ എൻ്റേതാണ്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ നിരന്തരം ഒരു ബാബയുടെ ഓർമ്മയാണ്. ബാബ എൻ്റെ ഹൃദയത്തിലാണ്. ഇപ്പോൾ മറ്റൊരു സങ്കല്പവുമില്ല. കേവലം ഒരു ബാബ. ബാബയുടെ സ്നേഹത്തിൽ പൂർണ്ണമായും ലയിച്ചിരിക്കുന്നു. ഞാൻ സത്യമായ രാജയോഗിയാണ്, രാജഋഷിയാണ്. മുഴുവൻ ലോകത്തിലും വെച്ച് എന്നെപ്പോലെ ഭാഗ്യശാലികൾ ആരുമില്ല. ഞാൻ രാജഋഷിയാണ്. രാജ്യപദവിക്ക് വേണ്ടി രാജയോഗം പഠിക്കുന്നു. ജ്ഞാനസാഗര ബാബയിൽ ജ്ഞാനത്തിൻ്റെ സംസ്കാരമുണ്ട്. ബാബ ജ്ഞാനം കേൾപ്പിച്ച് പതിതത്തിൽ നിന്നും പാവനമാക്കുന്നു. ബാബ ജ്ഞാനസാഗരനാണ്, പതിത പാവനനുമാണ്. ഞാൻ ഭഗവാനിൽ നിന്നും കേട്ടിട്ട് കേൾപ്പിക്കുകയാണ്. ഞാനിപ്പോൾ സമ്പൂർണ്ണ വികാരിയിൽ നിന്നും സമ്പൂർണ്ണ നിർവികാരിയായി മാറുകയാണ്. നരനിൽ നിന്നും നാരായണനാകാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ മൂന്നാം നേത്രം നൽകുന്നു. ഞാനിപ്പോൾ രാജയോഗത്തിലിരിക്കുന്നു. ഞാൻ രാജഋഷിയാണ്. വിജയമാലയിൽ കോർക്കപ്പെടുന്നതിനു വേണ്ടി ഞാനിപ്പോൾ പുരുഷാർത്ഥം ചെയ്യുന്നു. ഞാൻ ശരീര നിർവഹാർത്ഥം എല്ലാം ചെയ്തുകൊണ്ട് ആത്മീയ പഠിപ്പ് പഠിക്കുന്നു.
ഇവിടെ ഒരു വിഷയവും ഒരു പോയിന്റും മാത്രമാണ് പഠിപ്പിക്കുന്നത്. അതാണ് മന്മനാഭവ. ഈ മന്ത്രത്തിലൂടെ എല്ലാ പാപങ്ങളും വിനാശമാകും. ബാബയെ ഓർമ്മിച്ച് സംഗമയുഗത്തിൽ തന്നെ പാവനമാകണം. ഞാൻ ശ്രീമതത്തിലൂടെ പൂജ്യരായി മാറുകയും മറ്റുള്ളവരെ പൂജ്യരാക്കി മാറ്റുകയും ചെയ്യുന്നു. ബാബ പറയുന്നു, കുട്ടികളെ ആത്മാഭിമാനിയായി മാറൂ. ബാബ ജ്ഞാനസാഗരനാണ്, പതിത പാവനനുമാണ്. ബാബയിൽ എല്ലാ ഗുണങ്ങളുമുണ്ട്. ബാബ പാവനമാകുന്നതിനുള്ള സഹജമായ യുക്തി പറഞ്ഞു തരുന്നു. മന്മനാഭവ. ബാബയെ മാത്രം ഓർമ്മിക്കൂ. സൃഷ്ടിചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. സൃഷ്ടി പഴയതാകുമ്പോൾ പുതിയതാക്കാൻ വേണ്ടി ബാബ വരുന്നു. ശ്രീമതത്തിലൂടെ പൂജ്യരായി മാറണം. ആത്മാവിലുള്ള മോശമായ സംസ്കാരത്തെ ജ്ഞാനയോഗ ബലത്തിലൂടെ സമാപ്തമാക്കണം. സമ്പൂർണ്ണ നിർവികാരിയായി മാറണം. യോഗബലത്തിലൂടെ പാവനമായി മാറി രാജ്യ പദവി നേടണം. ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ഞാൻ ശ്രേഷ്ഠ സ്ഥിതിയിലൂടെ മായയെ തനിക്ക് മുമ്പിൽ കുമ്പിടിക്കുന്നു. ഉയർന്ന പദവിയുടെ അധികാരിയാകുന്നു. ബാബയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ശ്രേഷ്ഠാത്മാക്കൾ എവിടെയും ഏതൊരു പരിതസ്ഥിതിയിലും മായയുടെ ഭിന്ന ഭിന്നരാകർഷണങ്ങൾക്ക് വിധേയമാകുന്ന രൂപങ്ങളിൽ സ്വയത്തെ കുനിയിപ്പിക്കാൻ സാധ്യമല്ല. സംഗമയുഗത്തിൽ പ്രജകൾ സമാനത്തോടെ കുമ്പിട്ടു. പിന്നെ ദ്വാപരത്തിൽ താങ്കളുടെ ഊർപ്പ ചിഹ്നങ്ങൾക്ക് മുമ്പിൽ ഭക്തർ കുമ്പിട്ടുകൊണ്ടിരിക്കുന്നു. കർമ്മത്തിൻ്റെ സമയത്ത് യോഗത്തിൻ്റെ ബാലൻസ് ശരിയാണെങ്കിൽ അപ്പോൾ പറയാം കർമ്മയോഗി. ഓം ശാന്തി.